നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധം ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ പല സമയത്ത് നിങ്ങൾക്ക് തോന്നിയിരിക്കാം ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നല്ലതിനാണോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ദോഷത്തിനാണോ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലൂടെ പല സമയത്തും കടന്നു പോയിരിക്കാം. അത്തരത്തിലുള്ള വ്യക്തികൾക്ക് വേണ്ടിയാണ് ഈ ഒരു റീഡിംഗ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. റീഡിംഗ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. ശേഷം ഈ ഒരു റീഡിംഗ് കാണുവാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കാം ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് നല്ലതിനാണോ അല്ലയോ എന്നുള്ളത് എന്താണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് നോക്കാം. ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം ശരിയാണോ തെറ്റാണോ, എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. നമുക്കിവിടെ ആദ്യം തന്നെ മൂണാണ് കിട്ടിയിരിക്കുന്നത്. പകുതി സത്യങ്ങൾ മാത്രം പുറത്തു വന്നിരിക്കുന്ന ഒരു എനർജിയാണ്. പകുതി സത്യങ്ങൾ ഇപ്പോഴും മറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പക്ഷേ ഈ ഒരു അടുത്ത സമയത്തായിട്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ചെറിയ തർക്കങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ആശയവിനിമയത്തിന്റെ അഭാവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എന്താണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. നമുക്കിവിടെ ഒരു 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു പിടിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തി മറ്റുള്ളവരെ ആശ്രയിക്കാത്ത, സ്വന്തം കാര്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് നല്ലതിനാണോ അല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ 5 ഓഫ് വൺസിന്റെ എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയും നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തെ എതിർക്കുവാനായിട്ട് പല വ്യക്തികളും മുന്നോട്ട് വരുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമൂഹം, അതായത് ഒരുപക്ഷെ ഈ ഒരു നിങ്ങളുടെ ബന്ധുക്കൾ ഈ ഒരു ബന്ധത്തെ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് സാധ്യത കുറവായിട്ടുള്ള ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് നല്ലതിനാണോ അല്ലയോ എന്നുള്ളത്. 2 ഓഫ് പെന്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ, ഒരു പക്ഷേ ഇവിടെ മറ്റൊരു വ്യക്തി കാണുമായിരിക്കാം. രണ്ട് കാര്യങ്ങൾ ഇവിടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി രണ്ട് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും ഒരു കാര്യം കൂടി ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കാം. ആ ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് നല്ലതിനാണോ അല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ പേജ് ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ ബൗണ്ടറീസ് വെക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് തൽക്കാലം നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. ഒരു ബൗണ്ടറീസ് വെക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്നും ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് നല്ലതിനാണോ അല്ലയോ എന്നുള്ളത്. ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തോ പുതിയ കാര്യങ്ങൾ വരുവാനായിട്ട് പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തോ പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മേടിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ കൈകളിൽ തന്നെയാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ ഈ ഒരു വ്യക്തിയിൽ മാത്രമാണെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ മറ്റ് അവസരങ്ങൾ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അത് ദൈവം നിങ്ങൾക്ക് നേരെ വെച്ച് നീട്ടുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ആ ഒരു കാര്യത്തെ നിങ്ങൾ ഇതുവരെയും സ്വീകരിച്ചില്ല എന്ന് നമുക്ക് ഈ ഒരു ഏസ് ഓഫ് പെന്റക്കിൾസ് പറഞ്ഞു തരുന്നുണ്ട്. അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് ചുറ്റുമുള്ളവരെ എല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണ്ട എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ചുറ്റിലുമുള്ള മറ്റു കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ചില കാര്യങ്ങൾ നിങ്ങൾ കാണാതെ പോകുന്ന ഒരു എനർജി ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. വേറെ എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എവിടെ നിന്നോ ഒരു
പുതിയൊരു ഓഫർ, അതൊരു പക്ഷേ പുതിയൊരു ജോലിയായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു സ്നേഹമായിരിക്കാം, എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് യൂണിവേഴ്സ് ആയിട്ട് തന്നെ കൊണ്ടുവരുന്ന ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ആരൊക്കെയോ നിങ്ങളുടെ അടുത്ത് അവരുടെ ആ ഒരു സ്നേഹം വെച്ച് നീട്ടുന്ന ഒരു എനർജി ഒക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഹൈ പ്രീസ്റ്റസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങളോട് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്, നിങ്ങൾ എല്ലാവരെയും വിശ്വസിക്കേണ്ട, നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുവാനായിട്ടാണ് പറയുന്നത്. മറ്റുള്ള വ്യക്തികളുടെ വാക്കുകൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇവിടെ ഇൻഡ്യൂഷൻ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. കുറച്ചു നേരം ഒന്ന് സമാധാനമായിട്ടിരുന്ന് നിങ്ങളുടെ മനസ്സ് എന്താണ് പറയുന്നത് ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുവാനായിട്ട് ഈ ഒരു ഹൈ പ്രീസ്റ്റസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇനിയും അറിയേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ മറഞ്ഞിരിക്കുന്ന ഒരു എനർജിയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഒരുപാട് അങ്ങ് വിശ്വസിക്കാതിരിക്കുക. അവർക്ക് ഒരു ബൗണ്ടറി വെക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് നല്ലതിനാണോ അല്ലയോ എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്കിവിടെ 7 ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്, ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾ ഈ ഒരു സമയത്ത് കുടുങ്ങിപ്പോയതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾ പുറത്തോട്ട് കടക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങളെ തേടി പുതിയ അവസരങ്ങൾ വരുള്ളൂ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തി, നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്ന ഈ ഒരു വ്യക്തി പല കാര്യങ്ങളും നിങ്ങളോട് പറയാതെ വെച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ പറയുന്നു, അതുപോലെ തന്നെ ചില കാര്യങ്ങൾ അവർ മറച്ചു പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ സത്യമല്ല എന്നാണ് കാണിക്കുന്നത്. പകുതി കാര്യങ്ങൾ മാത്രമേ സത്യമുള്ളൂ എന്നാണ് ഇവിടെ നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം പതുക്കെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിന്നും പതുക്കെ നിങ്ങൾ നടന്ന് നീങ്ങുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മുന്നറിയിപ്പ്. 6 ഓഫ് സോർട്സിന്റെ എനർജിയും കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ ഇവിടെ നിന്നും പതുക്കെ നടന്ന് നീങ്ങുക. ഒരു പക്ഷേ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയിൽ നിന്നും പലതരത്തിലുള്ള വേദനകൾ നിങ്ങൾ നേരിട്ട ഒരു വ്യക്തി ആയിരിക്കാം. പക്ഷേ ഇനി ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ അവിടെ സ്റ്റക്കായി പോകരുത്, പതുക്കെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഈ ഒരു വ്യക്തിയെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് നല്ലതാണെന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നില്ല. കുറേ കാര്യങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങളോട് ഇവർ എന്തൊക്കെയോ പകുതി മാത്രം സത്യങ്ങൾ മാത്രം പറയുന്ന ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എല്ലാ കാര്യങ്ങളും ഈ ഒരു വ്യക്തിയോട് ഷെയർ ചെയ്യാതെ ഇവർക്കൊരു ബൗണ്ടറീസ് വെക്കുക. അത് നിങ്ങൾക്ക് നല്ലതായിരിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.